അപ്പൊ ഞങ്ങള് ഉള്ളൊഴുക്ക് മൂവി കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് ചായ? നല്ല മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ലോ ബേസിൽ പോകുന്നൊരു മൂവിയാണ്. പക്ഷെ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഊർവശിയും അതുപോലെ തന്നെ പാർവതിയും രണ്ടുപേരും കട്ടയ്ക്ക് അഭിനയിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ പറയുള്ളൂ. എന്നുവെച്ചാൽ മത്സരിച്ച് അഭിനയിച്ച് എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു നമ്മളൊരു സ്ക്രീനിൽ രണ്ടുപേര് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരാളായിരിക്കും. നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ കണ്ണ് പോകുന്ന അങ്ങോട്ടായിരിക്കും. ഇതിപ്പം രണ്ടുപേരുടെ ഡയലോഗ്, ഇപ്പൊ ഊർവശിയുടെ ഡയലോഗ് വരുമ്പോൾ നമ്മൾ ഊർവശി നോക്കും. ഒബ്വിയസ്ലി ആ ഒരു പാർവതിയുടെ ഇമോഷൻസ്, ആ ഒരു ഇത് വരുന്ന പാർവതി നോക്കും. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേരുടെ ഇമോഷനിൽ നമുക്ക് ആ ഒരു കൊളുത്ത് നമുക്കതിൽ കിട്ടുന്നുണ്ട്. എന്താ പറയണത്, ഒന്നും പറയാനില്ലടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പൊ പറയണേ, അടിപൊളി മൂവി ആട്ടോ. ഇത് തിയേറ്ററിൽ ആള് വളരെ കുറവായിരുന്നു. വളരെയധികം വിഷമവും തോന്നി. കാരണം നല്ലൊരു മൂവി, നല്ല സ്ക്രിപ്റ്റ്, നല്ലൊരു ഡെപ്തിൽ നമുക്ക് ആ ഒരു എന്താ പറയണ ആ ഒരു കഥയ്ക്കുള്ളിൽ നമ്മളെല്ലാവരും കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഒരുപാട് ഇമോഷണലായിട്ട് ഞാൻ കുറേയൊക്കെ കരഞ്ഞു കേട്ടോ. എനിക്ക് നന്നായിട്ട് അതൊരു മനസ്സിൽ തട്ടുന്ന കുറേ രംഗങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ടൊരു അവരുമായിട്ടൊരു ബോണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഈ സിനിമയ്ക്ക്. അത് സത്യമാണ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ട്, ആ ഒരു ഒട്ടും തന്നെ നമുക്ക് എന്താ പറയുന്നത് അത് അവിടെ വേണ്ടായിരുന്നു അങ്ങനെയൊന്നും തോന്നിയില്ല. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ തന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫിലിം എന്തായാലും OTT വരും. പക്ഷെ എന്നാലും തിയേറ്ററിൽ നമ്മൾ പോയി കാണുമ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മൂവി ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് തരുന്നത്. അപ്പം തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു ഫിലിം കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഊർവശിയുടെ വളരെ ശക്തമായ ഒരു കഥാപാത്രം, എനിക്ക് തോന്നുന്നു ഊർവശി ഇങ്ങനൊരു കഥാപാത്രം ചെയ്തതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഇല്ല. കാരണം എല്ലാം നല്ല കോമഡി ക്യാരക്ടേഴ്സാണ് കൂടുതൽ. ഇത്രയും ഒരു ഇമോഷണൽ ആയിട്ടുള്ള എന്താ പറയണത്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നു പറയണത്, സ്ഫടികം സിനിമയില് ഊർവശിയുടെ ഒരു എന്താ പറയണത്, മറ്റേ മോഹൻലാലിനെ കാണുന്ന സമയത്തുള്ളൊരു ഇതുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഞാൻ പഴയ ആളല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഊർവശിയുടെ കണ്ണ് നിറയുന്ന ഒരു ഇമോഷണൽ സീനാണ്. പെട്ടെന്ന് എനിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അല്ലാതെ എനിക്ക് ഇത്രയും ഒരു ഉടനീളം ഊർവശിയുടെ ഇങ്ങനൊരു ഫിലിം എൻ്റെ ഓർമ്മയിൽ ഇല്ല കേട്ടോ. സത്യമായിട്ട് എനിക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മയിൽ കിട്ടുന്നത്. കാരണം അത്ര കിടിലായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു കഥാപാത്രം അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഭയങ്കര ഊർവശി ഫാനാണ്. എന്താ പറയണത് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇന്ന് എന്നും എൻ്റെ മനസ്സിലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഊർവശി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊർവശിയുടെ. ഞാൻ സത്യം പറഞ്ഞ ഈ സിനിമ മെയിനായിട്ട് ഊർവശിയുടെ ആ ഒരു ഉടനീളമുള്ള ഒരു കഥാപാത്രം കാണാൻ തന്നെയാണ് വരുന്നത്. ഇതുപോലത്തെ ഇനിയും, കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഊർവശി. ഓരോ നോട്ടത്തിലും ഭാവത്തിലും പിരുകത്തിലും ഇവൻ മൂക്ക് പോലും ചില സമയത്ത് ആ ചലിപ്പിക്കുന്നതിൽ പോലും നമുക്ക് ആ ഒരു ഇമോഷൻ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഊർവശിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കട്ട ഊർവശി ഫാനാണ്. എന്താ പറയണത്, എൻ്റെ ചക്കരക്കുട ഭയങ്കര ഒരു എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ക്യൂട്ടാണ്. അതിനോടൊപ്പം തന്നെ എല്ലാ കഥാപാത്രം, ഏത് കഥാപാത്രവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ്. എന്താണ് ഇച്ചായ ഊർവശിയെ പറ്റി എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഊർവശി. എന്ന് വെച്ചാൽ ഇപ്പം ആ കാലഘട്ടത്തിൽ ഒരുപാട് നടിമാരുണ്ട്. അതിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, ഇപ്പോഴും നിലവിൽ ഏറ്റവും ഫേവറേറ്റ്. കൊട്ടാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല നിലവിൽ. ഇപ്പം ഒരുപാട് ആക്ട്രസ് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും അത്രത്തോളം ഒരു ഊർവശിയുടെ അത്രയും ഒരു ഇമ്പാക്ട് കൊണ്ടുവന്ന ഒരു നടി എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായി. ഇപ്പോഴും ഇപ്പം നാഷണൽ അവാർഡൊക്കെ കിട്ടുന്ന, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്ന നടിമാർ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഊർവശിയുടെ ആ ഒരു ഇതില്ല എന്ന് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ എനിക്ക് ഊർവശി ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിയലായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാലും പടം സൂപ്പറാണ്. നല്ല എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ പടമാണ്. ലാഗല്ല, ആക്ച്വലി ഒരു സ്ലോ പേസ് ആണ്, ഭയങ്കര സ്ലോ പേസ് ആണ്. അപ്പൊ നിങ്ങൾ വന്ന് ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. അങ്ങനത്തെ ഒരു മൂവിയേ അല്ല. ട്വിസ്റ്റും ടേൺസും നമുക്കറിയാം സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു മട്ടും ഭാവമൊക്കെ നമുക്ക് ഏകദേശം ട്രെയിലർ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ തന്നെയാണ്. പക്ഷെ ക്ലൈമാക്സിൽ നമുക്ക് ഓക്കെ നമുക്ക് ആ ഒരു ഫുൾഫിൽ ആവും. ഇതൊരു നല്ല മൂവിയാണ് എന്നുള്ളൊരു ഫുൾഫിൽനെസ് വരും. നല്ല മൂവി, സൂപ്പർ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എനിക്കും പറയാനായിട്ടുള്ളത്. അപ്പം തിയേറ്ററിൽ പോയി കാണാം കേട്ടോ. അതാണ്
ഇങ്ങനെയുള്ള ഫിലിംസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു മൂവീസിന് നമ്മൾ കൊടുക്കുന്ന ഒരു എൻകറേജ് എന്ന് പറയുന്നത്. അപ്പം തിയേറ്ററിൽ പോയി കാണുക കേട്ടോ. പിന്നെ മേക്കിംഗ് സൂപ്പറാണ്. മേക്കിംഗ് കാരണം ഒരു ട്രെയിലർ തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാം ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചുറ്റുപാട് തന്നെ ത്രൂ ഔട്ടായിട്ട് സിനിമ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ത്രൂ ഔട്ടായിട്ട് അങ്ങനെയാണ്, അല്ലാതെ കുറച്ച് സീൻ മാത്രമല്ല. അപ്പം അതിൻ്റെ ഇടയിൽ ആ ഒരു നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, മൊത്തത്തിൽ സിനിമ, ആ ഒരു സിനിമ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയാണ്.